കർത്താവ് നന്ദി കരയറ്റിക്കൊണ്ട് ഇന്നത്തെ പകലത്തെ നമ്മുടെ സഭായോഗങ്ങൾ കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാൻ ദൈവാത്മാ നമ്മളെ സഹായിച്ചു. വീണ്ടും ഈ സ്വതം ഹല്ലേലൂയ ഗൂഗിൾ മീറ്റിൻ്റെ പ്ലാറ്റ്ഫോമിൽ കൂടുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ജോയിൻ ചെയ്തവർക്കായി സ്തോത്രം, ചെയ്യാനുള്ളവരെയും കർത്താവ് സഹായിക്കട്ടെ, അവർ കൂട്ടിവരുത്തട്ടെ. സ്തോത്രം. കർത്താവിൻ്റെ പ്രവൃത്തികൾ ഇന്ന് സ്വകൃപയും അതേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ബലവും എല്ലാം നമ്മുടെ ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ഉണ്ടാകുവാൻ നമുക്ക് ദൈവസേന നമ്മത്തിനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. രാജാതിരാജാവും കർത്താതി കർത്താവുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഈ 2024 വർഷം ജൂലൈ മാസം 28 തീയതി കർത്താവ് ഞങ്ങൾക്ക് ദാനമായി നൽകി കർത്താവ് പ്രഭാതം മുതൽ ഈ സമയം വരെ കർത്താവ് ഞങ്ങളുടെ ഉള്ളം കയ്യിൽ വഹിച്ചു കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന ഈ 7-ാം മാസം 28 ദിവസങ്ങളും ഞങ്ങളെ കർത്താവ് അത്ഭുതമായി നടത്തിയല്ലോ. ദുഷ്ടങ്ങൾ ഞങ്ങളെ പിടിവിച്ചനായി സ്തോത്രം ചെയ്യുന്ന ആത്മീയമായ സ്തോത്രം, ഭൗതികമായ സാമ്പത്തികമായ ശാരീരികമായ എല്ലാം കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ ഈ മരുഭൂമി യാത്രയിൽ ഞങ്ങളെ കരം പിടിച്ച് നടത്തിയ കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇസ്രായേലിലെ പരിശുദ്ധനായവൻ നിങ്ങളുടെ മധ്യേ ഉണ്ടല്ലോ. സ്തോത്രം എന്ന വചനം പറയുമ്പോൾ കർത്താവ് പരിശുദ്ധനായവൻ ഞങ്ങളുടെ മധ്യേ ഹല്ലേലൂയ സ്തോത്രം നിന്നുകൊണ്ടും അതേ നടന്നുകൊണ്ടും ഞങ്ങളെ ബലപ്പെടുത്തിയ കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾ ചെയ്ത് അനുഭവിപ്പാൻ കർത്താവ് സഹായിച്ചനായി സ്തോത്രം. ബ്ലസ് മീഡിയയിലെ എല്ലാ കൂട്ടായ്മകൾക്കായി കർത്തദാസന്മാർക്കായി ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരും ഉള്ളം കയ്യിൽ വഹിച്ചല്ലോ. കൃത്യമായ കർത്താവ് ഞങ്ങൾ കേരളത്തിനായി പ്രാർത്ഥിക്കുന്നു, ഇന്ത്യക്കായി പ്രാർത്ഥിക്കുന്നു. അതാവേ സ്വന്തം വടക്കൻ ജില്ലകളിലും അതുപോലെ വടക്കൻ അതാവേ സ്തോത്രം അല്ലെ സംസ്ഥാനങ്ങളൊക്കെ അനേക ജീവിതങ്ങൾ മഴയുടെ കെടുതി നിമിത്തവും വെള്ളപ്പൊക്കം നിമിത്തവും ഒക്കെ ഭവനങ്ങൾ നഷ്ടപ്പെട്ടവരായി, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരായി, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവരായി അനേക ജീവിതങ്ങളായിരിക്കുമ്പോൾ അതാവ് അനേക കർത്താവ് ക്യാമ്പുകളിലൊക്കെ ആശ്രയം തേടുമ്പോൾ ഞങ്ങളെടുത്തോളം കരുണ കർത്താവ് കാണിച്ച ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന അതാവേ സ്വന്തം പെട്ടെന്ന് താവേ ഹല്ലേലൂയ അതേ പെട്ടെന്നുള്ള അതാവേ അപകട മരണം നിമിത്തമായി അതാവേ രോഗാവസ്ഥ നിമിത്തമായി ഒക്കെ അനേക ദേവദാസന്മാർ ദൈവമക്കൾ ഈ ലോകം വിട്ടു പോയപ്പോൾ സ്തോത്രം അതേ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ സന്ധ്യാസമയം കർത്താവ് ഞങ്ങളെ ഹല്ലേലൂയ ജീവനോടെ ശേഷിപ്പിച്ചത് ഞങ്ങൾ താവേ തികയ്ക്കാത്ത കാര്യങ്ങൾ തികച്ചുകൊണ്ട് അങ്ങയുടെ സ്ഥിതിയിൽ എത്താൻ വേണ്ടിയാണല്ലോ. അത് ചെയ്യുവാൻ ഞങ്ങളെ കൂടുതലായി സഹായിക്കണമേ. അതിനുവേണ്ടി ഞങ്ങൾ ഈ യോഗം ഇന്നത്തെ ഈ സന്ധ്യാസമയത്ത് കൂട്ടായ്മ ഒരു അനുഗ്രഹമാക്കി ബലമാക്കി തീർക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതാത്മാവിൽ പാടി സ്തുതിപ്പാൻ സഹായിക്കണം, പ്രാർത്ഥിപ്പാൻ സഹായിക്കണമേ, വചനം ധ്യാനിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഇന്നത്തെ വചനഘോഷത്തിൽ നിയുക്ത ദാസൻ ലിബിപാസനായി ലൂക്കോസ് പാസനായി സ്തോത്രം ചെയ്യുന്ന തന്റെ കുടുംബത്തിനായി സഭയ്ക്കായി തന്നെ ശുശ്രൂഷകൾക്കായി സ്തോത്രം ചെയ്ത് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി ഇന്നത്തെ സന്ധ്യാസമയത്ത് കൂട്ടായ്മ കർത്താവ് വെളിപ്പെടുത്തണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ താവ്യ സന്ധ്യാസമയം നടത്തുന്ന എല്ലാ ആത്മീയ കൂട്ടങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകമുള്ള വിശ്വമാർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേൽ സമാധാനമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പ്രവൃത്തിക്കായി സ്തോത്രം, പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. സകലം ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം. ഒരു ആത്മീയ ഗീതം പാടി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഏകദേശം 30 വർഷത്തിന് ശേഷം ഞാൻ ഈ പാട്ട് വീണ്ടും കാണുന്നത്. സ്തോത്രം. ഞാൻ സ്നാനപ്പെട്ട സമയങ്ങളിൽ ഞങ്ങളുടെ സഭയിൽ നിരന്തരമായി പാടിക്കൊണ്ടിരുന്ന പാട്ടായിരുന്നു. പക്ഷെ 30 വർഷം ശേഷം ഇപ്പോഴാണ് വീണ്ടും ആ പാട്ട് കാണുവാൻ ഇടവന്നത്. വാക്കുകൾ മാത്രം, അതുകൊണ്ട് ട്യൂൺ എത്ര ശരിയാവുമെന്ന് എനിക്കറിയില്ല. സ്വയെങ്കിലും കർത്താവ് നമ്മളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തിട്ട് അറിവ് അല്ലെങ്കിൽ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഉള്ള ദേവദാസന്മാർ ദൈവമക്കൾ നമുക്ക് കർത്താവിനെ അത് പാടി സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നീ എന്നെ നിനക്കായി തിരഞ്ഞെടുത്തു, നിന്മനം പോലെന്നെ മെനഞ്ഞെടുത്തു. നീ എന്നെ നിനക്കായി തിരഞ്ഞെടുത്തു, നിന്മനം പോലെന്നെ മെനഞ്ഞെടുത്തു. നിൻഹിതം ചെയ്യുവാൻ എന്നെ വാർത്തെടുത്തു, നിൻസുതനായ എന്നെയും ദത്തെടുത്തു. ഹീനപാത്രമല്ലിനി ഞാൻ മാനപാത്രമേ, കോപപാത്രമല്ലിനി ഞാൻ കരുണാപാത്രമായി. പുറം പാത്രമല്ലിനി അകപാത്രമേ, പച്ചവെള്ള പാത്രമേ ചമ്പീന് പാത്രമായി. പച്ചവെള്ള പാത്രമേ ചമ്പീന് പാത്രമായി. നിന്നാത്മാവെന്നുള്ളിൽ ക്രിയ ചെയ്തു, നിൻ വചനം എന്നെയും ജീവിപ്പിച്ചു. നിൻ രക്തത്താൽ എന്നെ ശുദ്ധി ചെയ്തു, നിന്നാത്മശക്തിയാൽ എന്നെയും നിൽച്ചു. നിൻ രക്തത്താൽ എന്നെ നിൻ വചനം നിന്നാത്മാവെന്നുള്ളിൽ ക്രിയ ചെയ്തു, നിൻ വചനം എന്നെയും ജീവിപ്പിച്ചു. നിൻ രക്തത്താൽ എന്നെയും ശുദ്ധി ചെയ്തു, നിന്നാത്മശക്തിയാലെ ഞാൻ നിറഞ്ഞു.
ഹീനപാത്രമെല്ലിനി ഞാൻ മാനപാത്രമേ, കോപപാത്രമെല്ലിനി ഞാൻ കരുണാപാത്രമായി, പുറം പാത്രമെല്ലിനി അകപാത്രമേ, പച്ചവെള്ള പാത്രമേ ചമ്പീഞ്ഞ പാത്രമായി, പച്ചവെള്ള പാത്രമേ ചമ്പീഞ്ഞ പാത്രമായി. നിൻ വാർത്തയെങ്ങും ഞാൻ ഘോഷിച്ചിടാം, നിൻ വാക്കോ ഞാൻ എങ്ങും പാലിച്ചിടാം. നിൻ വാർത്തയെങ്ങും ഞാൻ ഘോഷിച്ചിടാം, നിൻ വാക്കോ ഞാൻ എങ്ങും പാലിച്ചിടാം. നിൻ പാതയെന്നെന്നും ഓടിയിടുവാൻ, നിൻ കൃപ താൻ എന്നെ ഘോഷിപ്പിച്ചു. നിൻ പാതയെന്നെന്നും ഓടിയിടുവാൻ, നിൻ കൃപ താൻ എന്നെ ഘോഷിപ്പിച്ചു. ഹീനപാത്രമെല്ലിനി ഞാൻ മാനപാത്രമേ, കോപപാത്രമെല്ലിനി ഞാൻ കരുണാപാത്രമായി, പുറം പാത്രമെല്ലിനി അകപാത്രമേ, പച്ചവെള്ള പാത്രമേ ചമ്പീഞ്ഞ പാത്രമായി, പച്ചവെള്ള പാത്രമേ ചമ്പീഞ്ഞ പാത്രമായി. ഹീനപാത്രമെല്ലിനി ഞാൻ മാനപാത്രമേ, കോപപാത്രമെല്ലിനി ഞാൻ കരുണാപാത്രമായി, പുറം പാത്രമെല്ലിനി അകപാത്രമേ, പച്ചവെള്ള പാത്രമേ ചമ്പീഞ്ഞ പാത്രമായി. ആമേൻ. പച്ചവെള്ള പാത്രമേ ചമ്പീഞ്ഞ പാത്രമായി, ആമേൻ. പച്ചവെള്ള പാത്രമേ ചമ്പീഞ്ഞ പാത്രമായി. ശമനം ദിനവ ബലാജിമനാഗമനം സകബേരി ബലാജിമനെ പരിഭോരി വനാജിമനെ ഖബന സകദൗരവനം ജലവം ബലവാ സക്കിരവം ബേലാരെ പാലക്ഷാരം ജാരവനം ജലവാ ബലഗാസബലെ. ഹല്ലേലൂയ. ജിബലി റബനി റബനാഗമനം ശമനം ദിരവി. ഓ പരിശുദ്ധനെ രാജാതി രാജാവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ സർവശക്തനായ ദൈവം നമ്മെ അവന് വേണ്ടിയാണല്ലോ തെരഞ്ഞെടുത്തോർത്ത് സ്തോത്രം. ഹല്ലേലൂയ. സ്വധീന പാത്രമായ നമ്മെ, കോപപാത്രങ്ങളായ നമ്മെ കർത്താവ് കരുണാപാത്രമാക്കി തീർത്തല്ലോ. വചനം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. പച്ചവെള്ള പാത്രത്തിന് വേണ്ടിയായ പാത്രങ്ങളെ കർത്താവ് നമ്മളെ മെച്ചമുള്ള പാത്രമാക്കി തീർത്തല്ലോ. ഹല്ലേലൂയ. വെറും സാധാ പച്ചവെള്ളമായിരുന്ന സ്വന്തം പാത്രങ്ങളായ നമ്മെ പ്രൈസ് ദി ലോർഡ് കർത്താവ് രൂപാന്തരപ്പെടുത്തി അനേകർക്ക് പ്രയോജനമുള്ളവരാക്കി തീർക്കുന്ന കൃപകൾക്കായി ഹല്ലേലൂയ സ്തോത്രം ചെയ്തുകൊണ്ട് ഹല്ലേലൂയ ദിവസം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പൗലോസ് ഫിലോമോനിൽ എന്ന് പറഞ്ഞ പോലെ, മുമ്പ് നീ പ്രയോജനം ഇല്ലാത്തവൻ, എന്നാൽ ഇപ്പോഴോ സുവിശേഷം നിമിത്തം, സ്നാനപ്പെട്ട നിമിത്തം, ഓ ആത്മനിറവ് നിമിത്തം, പരിശുദ്ധാത്മാവിന്റെ മുദ്രയാൽ ഹല്ലേലൂയ വചനം പഠിച്ച് വചനത്തിന് ക്രിയാ നിമിത്തം, ദൈവസഭയുടെ അംഗമായ നിമിത്തമായിട്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നീ അവൻ നിനക്കും എനിക്കും ഒനേസിമോസ് ഫിലമോനും പൗലോസിനും ഒരുപോലെ, എനിക്കും നിനക്കും ഒരുപോലെ നല്ല പ്രയോജനമുള്ളവൻ ആക്കി ദൈവം തീർത്തു. സ്തോത്രം. നമ്മളെ കർത്താവ് ഹല്ലേലൂയ അദ്ദേഹം അനേകർക്ക്, അനേക ദേശങ്ങൾക്ക്, സഭകൾക്ക്, ജീവിതങ്ങൾക്ക്, കുടുംബങ്ങൾക്ക് ഒരു നല്ല പ്രയോജനമാക്കി തീർക്കുന്ന ദൈവത്തിന് മഹാപ്രവർത്തിക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഇന്ന് സന്ധ്യാസമയം നമ്മുടെ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് വലിയ പ്രവൃത്തി നമ്മുടെ ഇടയിൽ കർത്താവ് ചെയ്യാം. നമ്മുടെ ചുരുക്കം ചിലമേ ഉള്ളൂ എങ്കിലും കർത്താവ് വലിയവനായ ദൈവമാണല്ലോ നമ്മുടെ ഇടയിൽ ഉള്ളത്. സ്തോത്രം. ആ കർത്താവിനെ സ്ഥലം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ കൂട്ടായ്മ കർത്താവ് അനുഗ്രഹിക്കുവാൻ സ്തോത്രം. പ്രത്യേകമായി ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്ന കർത്തദാസൻ ലിവിൻ ലൂക്കോസ് പാസ്റ്റർ സ്തോത്രം ചെയ്യാൻ, തന്റെ കുടുംബത്തിനായി, തന്റെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ശുശ്രൂഷയുടെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുവാൻ സ്തോത്രം. മാത്രമല്ല നമ്മുടെ ദേശത്തെ, രാജ്യത്ത് ഞാൻ പ്രാർത്ഥിച്ച വിഷയമാണെങ്കിൽ തന്നെ അനേകർ വേർപാട് നിമിത്തമായി ഭാരപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം ചർച്ചകോടെ ദേവദാസന്റെ കാര്യം നമ്മൾ അറിഞ്ഞല്ലോ. അങ്ങനെ അതുമാത്രമല്ല, അനേകർ കേരളത്തിലും ഇന്ത്യയിലും ലോകമെമ്പാടും പല രീതിയിൽ ചെറുപ്പക്കാരായ അനേക വിശ്വാസികൾ, അനേക ദേവദാസന്മാർ ഈ ലോകം വിട്ടു പോവുകയാണ് അപകട നിമിത്തം. സ്തോത്രം. മാറാ രോഗത്താലൊക്കെ പിശാച് ശക്തിയോടെ പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അവരുടെ വിധവന്മാരായ അവരുടെ വിധവന്മാരായ സ്വന്തം സഹോദരിമാരെ, ആന്റിമാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്തദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. സ്തോത്രം. അതെ, അവരെന്ത് ചെയ്യും? ചോദ്യങ്ങൾ മുമ്പാകെയാണ്. ജാതികൾ, അതെ, ജാതീയ വിശ്വാസം വന്നാലും ക്രൈസ്തവ വിശ്വാസം വന്നാലും ചോദ്യം ഒന്നേ ഉള്ളൂ. നിങ്ങൾ ഈ ദൈവത്തെ പിൻപറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് ഗുണം?
ഈ ചെറുപ്രായത്തിൽ സ്തോത്രം ദൈവദാസൻ മരിച്ചല്ലോ പോയല്ലോ, ഇനി നിങ്ങളുടെ ഭാവി എന്തായിത്തീരും? അവരോട് ഹല്ലേലൂയ ധൈര്യത്തോടെ ആ സഹോദരിമാർ ഭാര്യമാർക്ക് ഉത്തരം പറയുവാൻ, ദൈവാത്മാവരെ ബലപ്പെടുത്തുവാൻ, അവരെ മക്കളെ കർത്താവ് ബലപ്പെടുത്തുവാൻ, ഒരിക്കലും പതറിപ്പോകാതെ ക്ഷീണിച്ചു പോകാതെ ധൈര്യത്തോടെ നിൽപ്പാനും, ധൈര്യം നിന്നുകൊണ്ട് വീര്യം പ്രവർത്തിപ്പാൻ കർത്താവ് അങ്ങനെയുള്ള കുടുംബങ്ങളെല്ലാം സഹായിപ്പാൻ, അങ്ങനെയുള്ള കുടുംബങ്ങൾ വേർപാട് ദുഃഖങ്ങളായിരിക്കുന്ന ദേവദാസന്മാരെ, സഹോദരന്മാരെ, പ്രയോജനപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. മാത്രമല്ല നമ്മുടെ ദേശത്ത് ഹല്ലേലൂയ സ്തോത്രം അത് കഷ്ടം അനുഭവിക്കുന്ന അനേക ജീവിതങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടല്ലോ. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. സ്തോത്രം അവരെ ഇടയിൽ പോയി പ്രവർത്തിക്കുന്ന ദേവദാസന്മാരെ വഹിച്ച് പ്രാർത്ഥിക്കുക. പ്രസ്ഥാനമില്ലാതെ പ്രസ്ഥാനത്തോട് കൂടിയോ അല്ലാതെ ദർശനം പ്രാപിച്ച് പ്രവർത്തിക്കുന്ന അനേക ദേവദാസന്മാരാണ്. കുഷ്ഠരോഗിയുടെ ഇടയിൽ, ഭിക്ഷക്കാരുടെ ഇടയിൽ, അതുപോലെ മാറാരോഗത്താൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളുടെ ഇടയിൽ പോയി പ്രവർത്തിക്കുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി ചില ചില കാര്യങ്ങൾ സാമ്പത്തിക വിഷയങ്ങൾ സഹായം ചെയ്യുന്ന, ഉപരിയായി അവരെ സ്വന്തം അപ്പനെ പോലെ, സ്വന്തം സഹോദരനെ പോലെ എന്നൊക്കെ വിചാരിച്ച് അവർ ചെയ്യുന്ന അങ്ങനെയുള്ള ദേവദാസന്മാരെ വഹിച്ച്, സുവിശേഷന്മാരെ വഹിച്ച്, സഹോദരന്മാരെ വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അത് ദൈവം മാത്രം അവർക്ക് സഹായം. അതേ ആ കർത്താവിൻ്റെ കരം അവർക്ക് വേണ്ടി സ്തോത്രം ശക്തിയോടെ തന്നെ നീട്ടി ആ പ്രവർത്തന കർത്താവ് അനുഗ്രഹിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, അതേ ജീവിതങ്ങളോടൊക്കെ കർത്താവ് തൻ്റെതായ പ്രവൃത്തി നിമിത്തം അനേകരെ ഉപയോഗിക്കുന്നു എന്നറിഞ്ഞ് നമുക്ക് ദൈവസ്ഥാനം നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള ജീവിതങ്ങളെയും അങ്ങനെയുള്ള ദേവദാസന്മാരെ വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം ഈ പറയപ്പെട്ട വിഷയങ്ങളെയും നമ്മുടെ ഇന്നത്തെ കൂട്ടായ്മയും ദൈവസ്ഥാനം സമർപ്പിച്ച് നമുക്ക് സ്തോത്രം പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ താല്പര്യമുള്ള ആത്മപ്രേരിപ്പിക്കുന്ന ആർക്കെങ്കിലും സ്തോത്രം രണ്ടുപേർക്ക് ദൈവസ്ഥാനം ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല രാത്രിവേളയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ വിലപ്പെട്ട ദാസൻ പറഞ്ഞതായ സകല വിഷയങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ നിലകളിലുള്ള അപകടങ്ങളാലും രോഗങ്ങളാലും ഒക്കെ അനേക ദൈവസ്ഥന്മാർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നു, അനേക വിധവമാരായി മാറുന്നു. കർത്താവേ, ആ ദേവദാസന്മാരെയൊക്കെ ദൈവം ആശ്വസിപ്പിക്കണം. കഴിഞ്ഞ ദിവസം ഉണ്ടായ ദേവദാസന്റെ ആക്സിഡന്റ് നിമിത്തം ഭാരതത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഒക്കെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അവരെല്ലാം സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപകടങ്ങൾ അപകടം എല്ലാവരും ദൈവം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നന്ദിയോട് സ്തോത്രം. ഇന്ന് രാത്രി തിരുവചനം ശുശ്രൂഷിക്കുന്ന പ്രിയ ലിവിൻ സഹോദരനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല സന്ദേശത്തെ കർത്താവ് ഇന്ന് രാത്രിയിൽ അവിടുന്ന് നൽകിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വളരെ ആഗ്രഹത്തോടെ അത് കേൾവിക്കായിട്ട് വളരെ താല്പര്യത്തോടെ ആയിരിക്കുന്നു. കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളെല്ലാ പ്രിയപ്പെട്ടവർക്കും അത് അനുഗ്രഹത്തിനും വിതരത്തിന് കാരണമാക്കി തീർക്കണം. രാകേഷ് ഭാഷയെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. റോബിൻസൺ ബ്രദറിനായ സ്തോത്രം. മക്കളെല്ലാം ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിശ്ചലമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിദാസൻ റഫിയാൻഡി ഉണ്ടോ? പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായിരിക്കുന്ന നല്ല സന്ധ്യയ്ക്കായി സ്തോത്രം ചെയ്യുന്ന വിശേഷാൽ ദൈവമേ, ഞങ്ങൾ സ്ഥിരമായി ചെയ്യാറുള്ളത് പോലെ ഞായറാഴ്ച കർത്താവെ അങ്ങയുടെ സനയിൽ ഗൂഗിൾ മീറ്റിംഗായി കടന്നു വന്നിരിക്കുന്നു. ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇന്ന് രാത്രി കാലം വചനം സംസാരിക്കുന്ന ദേവദാസനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഏറിയ പ്രത്യാശയോടെ ദൈവ സന്നിധിയിൽ കർത്താവെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ദൈവവചനം സംസാരിപ്പാൻ ഞങ്ങളുടെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ. വിശേഷാൽ ദേവദാസൻ പറയപ്പെട്ട വിഷയത്തിനായി പ്രാർത്ഥിക്കുന്ന ചെറുപ്രായത്തിൽ തന്നെ കർത്താവെ, ദേവദാസന്മാരിൽ പലരും ഈ ലോകത്തു നിന്ന് വേർപെട്ടു പോകുന്നു. അവരുടെ ഭാര്യമാർ വിധവരായിത്തീരുന്നു. എങ്കിലും കർത്താവെ, തിരുവിതമുണ്ടോ ഞങ്ങൾക്കറിയത്തില്ല. മാനുഷികമായ രീതിയിൽ ഞങ്ങൾ ദുഃഖിതരും കർത്താവെ, ഞങ്ങൾ കർത്താവെ വളരെയധികം പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിലും ദൈവമേ, അങ്ങടേതായിരിക്കുന്ന ഹിതത്തിനൊത്തൊന്നും ഞങ്ങൾ ഏർപ്പെടുകയാണ്. കർത്താവ്, ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളൊക്കെ അന്ന് ആശ്വസിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് രാത്രികാലം വചനം സംസാരിപ്പാൻ അങ്ങയുടെ ദാസനെ പ്രത്യേകത അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ദൈവമേ, ഈ ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ ദേവദാസന്മാർക്കായി, കുഞ്ഞുങ്ങൾക്കായി, സഹോദരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും കർത്താവ് ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന അവരെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഏറിയ പ്രത്യാശയോടെ അങ്ങയുടെ വചനം ശ്രമിക്കാൻ ഞങ്ങളെ സഹായിക്കണം. യേശു നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥനകൾ കേട്ടനായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം ഒരു വാക്യം ഞാൻ ആഗ്രഹിക്കുന്നത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം അതിന്റെ 12-ാം അധ്യായം
6-ാം വാക്യം. യശയ്യാ 12:6 നമ്മൾ വായിക്കുന്നത്, സിയോൻ നിവാസികളെ, ഇസ്രായേലിലെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യേ വലിയവനായിരിക്കാൻ ഘോഷിച്ചുല്ലസിപ്പിൻ. പ്രവാചകൻ അവിടെ ദൈവസഭയെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, സിയോൻ നിവാസികളെ, ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യേ വലിയവനായിരിക്കാൻ നിങ്ങൾ ഘോഷിച്ചുല്ലസിപ്പിൻ. അവൻ ചെറിയവനല്ല, വലിയവനാ. സ്തോത്രം. അത് ഒരാളായാലും രണ്ടാളായാലും, പ്രൈസ് ദി ലോർഡ്, 1000 പേരുണ്ടായാലും 10 ലക്ഷം പേരുണ്ടായാലും, വചനം പറയുന്ന ദിവസം നിങ്ങൾ ഇസ്രായേലിലെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യേ അവൻ വലിയവനായിരിക്കാൻ നിങ്ങൾ ഘോഷിച്ചുല്ലസിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ സ്തോത്രം ഘോഷിച്ചുല്ലസിപ്പാൻ, കഷ്ടതയുടെ നടുവിലും സ്തോത്രം, ദുഃഖത്തിന്റെ നടുവിലും, അല്ലെങ്കിൽ വേർപാടിന്റെ നടുവിലും, പീഡയുടെ നടുവിലും സ്തോത്രം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ഘോഷിച്ചുല്ലസിപ്പാൻ ദൈവാത്മാ നമ്മളെയും സ്തോത്രം സകല വിശുദ്ധന്മാരെയും ഈ നാളെ കൂടുതലായി സഹായിക്കട്ടെ. കഷ്ടങ്ങൾ ഏറി വരുന്നു, ദുഃഖങ്ങൾ, അതാണ് സ്തോത്രം, രോഗങ്ങൾ ഏറി വരുന്നു, പീഡകൾ ഏറി വരുന്ന ഈ കാലഘട്ടത്തിൽ അന്ത്യകാലത്ത് നമ്മൾ ആയിരിക്കുന്നു. അതിനുവേണ്ടി സ്തോത്രം ബലപ്പെട്ട് നമ്മൾ ലഭിക്കുന്ന കൂട്ടായ്മകൾ ഒന്നും ഉപേക്ഷിക്കാൻ വിചാരിക്കാതെ ദൈവസന്നിധിയിൽ ലഭിക്കുന്ന അവസരങ്ങൾ കൂടി അതേ ആത്മാവിൽ ബലം പ്രാപിച്ച് മുന്നേറുവാൻ, യുദ്ധം ചെയ്യുവാൻ ദൈവാത്മാ നമ്മെ സഹായിക്കട്ടെ. കർത്താദാസൻ ദിവ്യൻ ലൂക്കോസ് പാസ്റ്ററെ ഇത്രയുള്ള വചന സൃഷ്ടിക്ക് വേണ്ടി ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സമാനമായി കണ്ണുകളുള്ളവനെ, കിളിവാതിലിലൂടെ നീ നോക്കുന്നതോർക്കുമ്പോൾ, സമാനമായി കണ്ണുകളുള്ളവനെ, കിളിവാതിലിലൂടെ നീ നോക്കുന്നതോർക്കുമ്പോൾ, കണ്ടയിനൊരുക്കം പൂർണ്ണമായിട്ടുണ്ടോ എന്നോർത്തു നോക്കുവാൻ എന്നുള്ളം ചൊല്ലി